oogenesis. ഫോർമേഷൻ ഓഫ് എഗ് ഓർ ഓവം ഈസ് കോൾഡ് ഊജനസിസ്. അപ്പൊ എഗ് അല്ലെങ്കിൽ ഓവം ഉണ്ടാവുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഊജനസിസ് എന്ന് പറയുന്നത്. ഇതെവിടെയാണ് ഒക്കർ ചെയ്യുന്നത്? ഓവറിയിലാണ്. ഓവറിയുടെ ഉള്ളിലാണ് ഓവം ഉണ്ടാവുന്നത്. ഓക്കെ, മാത്രമല്ല ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഊജനസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏർലി ഡെവലപ്മെന്റ് സമയത്ത്, അതായത് ബിഫോർ ബർത്ത് ഫീറ്റസിന്റെ ഉള്ളിൽ വെച്ച് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഊജനസിസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഈ ഒരു ഊജനസിസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേ ഹാവ് മെനി സ്റ്റേജസ് ഓഫ് അറസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇനി ഈ ഒരു ഊഗോണിയം മദേഴ്സ് യൂട്രസിൽ വെച്ച് തന്നെ ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഊഗോണിയം ഡിവൈഡ് ചെയ്ത് ഊഗോണിയവും അതുപോലെ തന്നെ പ്രൈമറി ഊസൈറ്റ് ഫോം ചെയ്യും. പ്രൈമറി ഊസൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അത് നേരെ മിയോസിസ് 1ലേക്ക് എൻ്റർ ചെയ്യും. അവിടെ വെച്ചാണ് അത് ആദ്യമായിട്ട് ഫസ്റ്റ് അറസ്റ്റ് നടക്കുന്നത് മിയോസിസ് 1ലാണ്. മിയോസിസ് 1 അറ്റ് G2M ചെക്ക് പോയിന്റ്. മിയോസിസ് 1ന്റെ ഏത് ഫേസിലാണ്? പ്രോഫേസ് 1. അതുപോലെ തന്നെ പ്രോഫേസ് 1ന്റെ ഡിപ്ലോട്ടിംഗ് സ്റ്റേജിലാണ് ഫസ്റ്റ് അറസ്റ്റ് നടക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഫസ്റ്റ് അറസ്റ്റ് നടക്കുന്നത് എങ്ങനെയാണ്? പ്രൈമറി ഊസൈറ്റ് മിയോസിസ് 1ലേക്ക് എൻ്റർ ചെയ്യുമ്പോഴാണ് ഫസ്റ്റ് അറസ്റ്റ് നടക്കുന്നത്. ഫസ്റ്റ് അറസ്റ്റ് എന്ന് പറയുന്നത് മിയോസിസ് 1. മിയോസിസ് 1ൽ പ്രോഫേസ് 1ൽ ഡിപ്ലോട്ടിംഗ് സ്റ്റേജിലാണ് ഈ ഫസ്റ്റ് അറസ്റ്റ് നടക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അറസ്റ്റിന്റെ കാരണം? അറസ്റ്റ് ഈസ് ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് LH ഹോർമോൺ. ഓക്കെ, LH ഹോർമോൺ ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കിടക്കുന്നത്. ഇനി പുബേർട്ടിയുടെ സമയത്ത് ആണ് ഇനി അടുത്ത കാര്യങ്ങൾ സംഭവിക്കണം. പുബേർട്ടിയുടെ സമയത്ത് എന്ത് ചെയ്യും? നമ്പർ ഓഫ് ഹോർമോണൽ ചേഞ്ചസ് ഒക്കർ. അതായത് ആ ഒരു പുബേർട്ടിയുടെ സമയത്താണ് നമുക്ക് ഹോർമോൺ പരമായിട്ടുള്ള കുറെ മാറ്റങ്ങൾ ഉണ്ടാവണം. അന്നേരം ലുറ്റനൈസിങ് ഹോർമോണിന്റെ അളവൊക്കെ കൂടും. അതായത് ലുറ്റനൈസിങ് ഹോർമോണൊക്കെ സെക്രീറ്റ് ചെയ്യും, അതിന്റെ അളവൊക്കെ കൂടും. അന്നേരം ഈ പ്രൈമറി ഊസൈറ്റ് എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞ മിയോസിസ് 1 ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ മിയോസിസ് 1 കംപ്ലീറ്റ് ചെയ്ത് എന്ത് സംഭവിക്കും? there is a formation of secondary oocyte and first polar body. ഓക്കെ, മിയോസിസ് 1 കംപ്ലീറ്റ് ചെയ്ത് സെക്കൻഡറി ഊസൈറ്റും ഫസ്റ്റ് പോളാർ ബോഡി ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ഒരു മിയോസിസ് 1ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഈക്വൽ കാരിയോകൈനസിസും അൺഈക്വൽ സൈറ്റോകൈനസിസുമാണ് നടക്കുന്നത്. ഓക്കെ, മിയോസിസ് 1ൽ എന്താണ്? ഈക്വൽ കാരിയോകൈനസിസ് ആൻഡ് അൺഈക്വൽ സൈറ്റോകൈനസിസ് ഒക്കർ ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് സെക്കൻഡറി ഊസൈറ്റും ഫസ്റ്റ് പോളാർ ബോഡിയും ഫോം ചെയ്യും. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ദിസ് എൻ്റർ ഇൻ ടു മിയോസിസ് 2. ഇനി അടുത്ത ഇതെന്ന് പറയുന്നത് ഇവര് മിയോസിസ് 2ലേക്ക് എൻ്റർ ചെയ്യും. ഓക്കെ, മിയോസിസ് 2ലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അവിടെ വെച്ച് സെക്കൻഡ് അറസ്റ്റ് നടക്കുകയാണ്. ഇത് ഗെറ്റ് അറസ്റ്റഡ് അറ്റ് മെറ്റാഫേസ് 2. അതായത് മിയോസിസ് 2ന്റെ മെറ്റാഫേസ് 2ലാണ് രണ്ടാമത്തെ അറസ്റ്റ് നടത്തുന്നത്. കാരണം അവിടെ ധാരാളം ഹൈ സൈറ്റോസ്റ്റാറ്റിക് ഫാക്ടർ ഉണ്ടായിരുന്നു. മനസ്സിലായോ? അതുകൊണ്ടാണ് അവിടെ വെച്ച് ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് അവിടെ കിടക്കുന്നത്. ഓക്കെ, ഡ്യൂ ടു ഹൈ സൈറ്റോസ്റ്റാറ്റിക് ഫാക്ടർ MOS. അപ്പൊ MOS ഉള്ളത് കൊണ്ടാണ് അതൊന്നും ചെയ്യാതെ അവിടെ തന്നെ അങ്ങനെ കിടക്കുന്നത്. ഈ MOS ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യും? MOS ഉണ്ടായാൽ അത് നേരെ തന്നെ അനാഫേസ് പ്രൊമോട്ടിംഗ് കോംപ്ലക്സിനെ APCനെ ഇൻഹിബിറ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ MOS ഉള്ളത് കൊണ്ട് അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പൊ എന്ത് സംഭവിച്ചു? MOS ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ സാധനം വന്ന് അനാഫേസ് പ്രൊമോട്ടിംഗ് കോംപ്ലക്സ് APCനെ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പൊ സെല്ലിന് ഒരിക്കലും അനോഫേസിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, പക്ഷേ ഈ ഒരു കാര്യം, അതായത് ഇവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുകയാണെങ്കിൽ എന്തായാലും അറസ്റ്റ് ചെയ്യാതെ മിയോസിസ് 2 ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എപ്പോ? ഫെർട്ടിലൈസേഷൻ, അതായത് ഒരു സ്പേം എൻറ്റർ ചെയ്താൽ ആ ഒരു മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ പറഞ്ഞ പോലെ അവിടെ ഒരു സ്പേം എൻറ്റർ ചെയ്യണം. അങ്ങനെ മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്യുകയാണ്. സോ ഈ ഒരു സ്പേമും സെക്കൻഡറി യൂസായിട്ടും ഇന്ററാക്ട് ചെയ്യും. അന്നേരം എഗ് ആക്ടിവേറ്റ് ആവും. എന്ത് സംഭവിക്കും? അന്നേരം കാൽസ്യം സൈറ്റോസോളിലേക്ക് റിലീസ് ചെയ്യണം. ഓക്കെ, അപ്പൊ നേരത്തെ എന്താ സംഭവിച്ചത്? സെക്കൻഡറി ഊസൈറ്റ് മിയോസിസ് 2ൽ എൻ്റർ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ MOS സൈറ്റോസ്റ്റാറ്റിക് ഫാക്ടറിന്റെ അളവ് കൂടുതലായതുകൊണ്ട് അവിടെ വെച്ച് അറസ്റ്റ് ചെയ്തു. സെക്കൻഡ് അറസ്റ്റ് നടന്നു. കാരണം ഈ MOS ഉണ്ടെങ്കിൽ അത് അനാഫേസ് പ്രൊമോട്ടിംഗ് കോംപ്ലക്സിനെ ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ, പക്ഷേ അവിടെ ഒരു സ്പേം എൻ്റർ ചെയ്തപ്പോൾ, അതായത് ഫെർട്ടിലൈസേഷൻ നടന്നപ്പോൾ എന്ത് സംഭവിച്ചു? മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അതായത് ഈ ഒരു സെക്കൻഡറി ഊസൈറ്റ് എന്ത് ചെയ്തു? സെക്കൻഡറി ഊസൈറ്റും ഈ പറഞ്ഞ സ്പേമും കൂടി ചേർന്ന് അപ്പൊ തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? എഗ് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അന്നേരം സൈറ്റോസോളിലേക്ക് കാൽസ്യം റിലീസ് ചെയ്യുന്നുണ്ട്. ഈ കാൽസ്യം എന്ത് ചെയ്യും? നേരെ പോയി CAM കൈനേസിനെ ആക്ടിവേറ്റ് ചെയ്യും. CAM കൈനേസ് ആക്ടിവേറ്റ് ചെയ്താൽ നേരത്തെ നമ്മൾ ആ ഒരു സെക്കൻഡ്
അറസ്റ്റിൽ തടഞ്ഞു നിർത്തിയ MOS ഇല്ലേ, ഈ MOS സൈറ്റോസ്റ്റാറ്റിക് ഫാക്ടറിനെ പോയി ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ കാൽസ്യം സൈറ്റോസോൾ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നേരെ പോയി CAM കൈനേസ് CAM കൈനേസിനെ ആക്ടിവേറ്റ് ചെയ്തു. CAM കൈനേസ് നമ്മുടെ MOSനെ കൊണ്ട് ഇൻഹിബിറ്റ് ചെയ്യും. അന്നേരം ഈ ഒരു അനാഫേസ് പ്രൊമോട്ടിംഗ് കോംപ്ലക്സ് ഫ്രീ ആയി ആക്ടിവേറ്റഡ് ആയി അങ്ങനെ സെക്കൻഡറി ഊസൈറ്റിന് അതിന്റെ മിയോസിസ് 2 മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. ഓക്കെ, അപ്പൊ എന്താ സംഭവിച്ചത്, സെക്കൻഡറി ഊസൈറ്റ് മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്തായിട്ട് സംഭവിക്കും, അവിടെ എഗ് ഉണ്ടാവുന്നുണ്ട്, സെക്കൻഡ് പോളാർ ബോഡി ഉണ്ടാവുന്നുണ്ട്, പോളാർ ബോഡി പിന്നീട് ഡീജനറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇതാണ് ഊജെനിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഊജെനിസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിംഗിൾ ഹാപ്ലോയിഡ് എഗ് ആണ് ഉണ്ടാവുന്നത്. പിന്നെ ഉണ്ടാവുന്ന എഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, നോൺ മോട്ടൈലാണ്, അനങ്ങാത്തതാണ്, വളരെ ലാർജ് സൈസ് എഗ് ആണ്. പിന്നെ ഇതിന് ഏറ്റവും പ്രത്യേകത ഞാൻ പറഞ്ഞ പോലെ അണ്ണീക്കൽ സൈറ്റോകൈനസിസ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോഴാണ് പോളാർ ബോഡി ഉണ്ടാവുന്നത്. ഓക്കെ, പിന്നെ സെക്കൻഡ് അറസ്റ്റ്, 2 അറസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് അറസ്റ്റ് നടക്കുന്നത് G2M ചെക്ക് പോയിന്റിന്റെ അവിടെ, അതായത് മിയോസിസ് 1ന്റെ പ്രോഫേസ് 1നുള്ള ഡിപ്ലോട്ടിൻ സ്റ്റേജിലാണ് ഫസ്റ്റ് അറസ്റ്റ് നടക്കുന്നത്. സെക്കൻഡ് അറസ്റ്റ് നടക്കുന്നത് മിയോസിസ് 2ന്റെ മെറ്റാഫേസ് 2ലാണ്. അതെന്തുകൊണ്ടാണ്, കാരണം അവിടെ MOS ഉള്ളത് കൊണ്ടാണ്. MOS എന്ത് ചെയ്യുന്നുണ്ട്, അനാഫേസ് പ്രൊമോട്ടിംഗ് കോംപ്ലക്സിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഊജെനിസിസിൽ പഠിക്കാനുള്ളത്.